പ്രായമായവർക്ക് കേൾവിക്കുറവ് എന്ന് പറയുന്ന പോലെ പറയുന്ന ഒരു കാര്യമാണ് ഈ ഇയർ ബാലൻസ് പ്രശ്നം. അത് ഇയർ ബാലൻസ് പ്രശ്നം വരുമ്പോൾ മിക്കവാറും ആളുകൾ കൗണ്ടർ കിട്ടുന്ന നമുക്ക് മെഡിസിൻസ് കഴിക്കാൻ ഡോക്ടറെ കാണലൊന്നും അങ്ങനെ ബേസിക്കലി ആളുകൾ ചെയ്യാറില്ല. കാരണം ഇത് വളരെ കോമൺ ആണ്, പ്രായമായില്ലേ അതിൻ്റെ ആണെന്ന് പറയും. ശരിക്കും എന്താണ് ഈ ഇയർ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഇയർ ബാലൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പം വേർട്ടൈഗോ അല്ലെങ്കിൽ തലകറക്കം. വേർട്ടൈഗോ എന്ന് പറഞ്ഞാൽ അതൊരു സിംറ്റം ആണ്, തലകറക്കം. അത് ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നമ്മൾ ഇയർ ബാലൻസിന്റെ എന്ന് പറഞ്ഞാൽ വളരെ കൊളോക്കിയലായിട്ട് പറയുന്ന ഒരു ടേം, ഒരുപാട് അസുഖങ്ങൾ അതിന്റെ അടിയിൽ വരും. അത് ഒറ്റ ഒരു അസുഖമല്ല. അപ്പൊ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മുടെ അകം ചെവിക്കകത്താണ് നമ്മുടെ ഈ ബാലൻസ് ഓർഗൻ. ഇപ്പൊ നമ്മുടെ ഒച്ചിന്റെ തോട് പോലെ ഇരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു വെള്ളം പോലത്തെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിന്റെ പുറത്ത് ക്രിസ്റ്റൽ പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത കുറച്ച് സ്ട്രക്ചേഴ്സും ഉണ്ട്. ഈ വെള്ളവും ഈ ക്രിസ്റ്റലും ഒക്കെയാണ് നമുക്ക് ബാലൻസ് തരുന്നത്. നമ്മൾ ചാടുമ്പോൾ, മറിയുമ്പോൾ, കുനിയുമ്പോൾ, മേലോട്ട് നോക്കുമ്പോൾ, ഏത് രീതിയിൽ നമ്മുടെ തല മൂവ് ചെയ്താലും നമുക്ക് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പം ജനറലി ഇത് ട്രിഗർ ആവുന്നത് ഇപ്പം കുറേ നേരം നിലത്ത് കിടന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ കുറേ നേരം ഗാർഡനിങ്, പുല്ല് പറിക്കുക, അല്ലെങ്കിൽ മുകളിലെ മാറാമ്പൽ നമ്മൾ അടിക്കാൻ നോക്കുക, അല്ലെങ്കിൽ അയയിൽ ഇങ്ങനെ തുണിയിടുക. അങ്ങനെ നമ്മുടെ തലയുടെ പൊസിഷൻ കുറേ നേരം സ്ട്രെയിൻ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ, ഇപ്പം ചെറിയ ആൾക്കാർ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോട്ട് എടുത്ത് സമസോൾട്ട് ചെയ്ത് ഡൈവ് ചെയ്യുക. അപ്പൊ ആ രീതിയിൽ തലയുടെ പൊസിഷൻ പെട്ടെന്ന് ചേഞ്ച് ആവുമ്പോഴാണ് ഈ വെള്ളത്തിന്റെ പുറത്ത് ഈ ഒരു ക്രിസ്റ്റൽ അതിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അടർന്ന് വീണ് ഈ ഫ്ലൂയിഡിൽ കലങ്ങി കിടക്കും. അപ്പോൾ നമ്മുടെ തല അനങ്ങുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഈ ഫ്ലൂയിഡ് ആവശ്യമില്ലാണ്ട് അനങ്ങുന്നു, നമുക്ക് തലകറക്കം വരുന്നു. ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പം ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് BPPV അല്ലെങ്കിൽ ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ എന്നൊക്കെ നമ്മൾ പറയുന്ന തലകറക്കം എന്നുള്ള ഇയർ ബാലൻസിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഏറ്റവും കോമൺ ആയിട്ട് ഉദ്ദേശിക്കുന്ന പ്രോബ്ലം ഇതാണ്. പക്ഷെ ഇത് മാത്രമല്ല, വേറെ പല അസുഖങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒച്ചിന്റെ തോടിനകത്തുള്ള ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് ഒരുപാട് അതിന്റെ അളവ് കൂടി ഇത് വീർക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം വീർത്ത് കംപ്രഷൻ വരുന്നു, അതുകൊണ്ട് നമുക്ക് വരാം തലകറക്കം. നമുക്ക് ബ്രെയിനിനകത്തുള്ള പല അസുഖങ്ങളുടെയും ലക്ഷണമായിട്ട് ഈ നെർവിന്, നമ്മുടെ ഈ കേൾവിയുടെ നെർവിനെ ചുറ്റിപ്പറ്റിയുള്ള ചില ട്യൂമേഴ്സ്, വെസ്റ്റിബുലർ ഷോണാമ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആദ്യത്തെ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഈ തലകറക്കവും മൂളിച്ചയും മാത്രമായിരിക്കും. അപ്പം തലകറക്കത്തിന് ഒരിക്കലും ലാഘവമായിട്ട് എടുത്ത് നമ്മൾ ജസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കരുത്. ഒരു ദിവസമൊക്കെ നോക്കി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വന്ന് അതിന് വേണ്ട പരിശോധനകളുണ്ട്. അപ്പം നമ്മൾ ചില സിമ്പിളായിട്ട് OPD-യിലുള്ള ടെസ്റ്റുകളിൽ തന്നെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും ഇത് ചെറുതായിട്ടുള്ള ഇയർ ബാലൻസിന്റെ അല്ലെങ്കിൽ BPPV എന്ന് പറഞ്ഞതാണോ, അതോ ഇത് വേറെ ഏതെങ്കിലും അസുഖങ്ങളുടെ ലക്ഷണമാണോ. ഈ കേൾവിയുടെ ഞരമ്പിന്റെ ചുറ്റും നീര് വീണാലും നമുക്ക് തലകറക്കം വരാം. വെസ്റ്റിബുലർ ഒരു വൈറൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്കൊരു പനി വരും. ആ പനി ഒരു വൈറൽ ഫീവർ, അത് മാറി വരുമ്പോൾ അതിന്റെ പോസ്റ്റ് വൈറലായിട്ട് ഈ ഞരമ്പിന് നീര് വരാം. എന്നിട്ട് വെസ്റ്റിബുലർ ന്യൂറോണൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നാൽ അതിനും തലകറക്കമായിരിക്കും ലക്ഷണമായിട്ട് വരിക. അപ്പൊ ഈ വെർട്ടിഗോ പ്രശ്നമുള്ള ആളുകൾ എന്തായാലും ഡോക്ടറെ പോയി കാണണം. ഡെഫിനറ്റ്ലി കാണണം അല്ലേ? സ്വന്തമായിട്ട് മെഡിസിൻ മേടിച്ച് കഴിക്കേണ്ട ഒരു കണ്ടീഷൻ അല്ല അത്, അല്ലേ? ചെവിയിൽ നിന്ന് മൂക്കിലേക്ക് വരാമോ? ഇനി ചെവി റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങളോട് ഇനി എക്സ്ട്രാ പറയാനുണ്ടോ? മെയിനായിട്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആരും വേദന വന്നാലോ ചെവിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ സ്വയം ട്രീറ്റ്മെന്റ് ചെയ്യരുത്. മരുന്നൊഴിക്കാനും ഇല്ല കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാനോ ഇല്ല എണ്ണ ഒഴിക്കാനോ ഒന്നും ശ്രമിക്കരുത്. ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. ആദ്യം അവർ കാണിച്ചിട്ട് എന്താണ് അസുഖം എന്ന് അതനുസരിച്ച് ഡോക്ടർ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യും. അത് മാത്രമേ ഞങ്ങൾക്ക് എല്ലാവരും പറയാനുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെയല്ല, സ്വന്തമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് ഒത്തിരി പ്രശ്നമായവർ വരുന്നുണ്ട്. അത് ലിറ്ററലി സൂചി കൊണ്ട് എടുക്കേണ്ട ഒരു കാരണം തൂമ്പ കൊണ്ട് എടുക്കുന്ന അവസ്ഥയിലേക്ക് വരരുത്.